നമസ്കാരം. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ് ബിൽ 2026 രാജ്യമെമ്പാടും വിശേഷിച്ചും കേരളത്തിൽ വലിയ കോലാഹലമുണ്ടാക്കിയിരിക്കുകയാണല്ലോ. വാസ്തവത്തിൽ ഈ പറയുന്നത്ര ബഹളം കൂട്ടാനുള്ള ഒന്നും ആ ബില്ലിനകത്തില്ല. പിന്നെ എന്തിനാണ് ഇത്രയും ഒച്ച വയ്ക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ഒന്ന് രണ്ട് ചെറിയ കാരണങ്ങളെ അതിനുള്ളൂ. ഒന്ന്, ഈ വിദേശത്തു നിന്ന് വരുന്ന പണം ഭീകരപ്രവർത്തനത്തിനോ മറ്റ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കോ വിനിയോഗിക്കാൻ പാടില്ല. അങ്ങനെ വിനിയോഗിച്ചു എന്ന് തെളിയിക്കപ്പെട്ടാൽ അവരുടെ ലൈസൻസ് റദ്ദാവും. അതാണ് ഒരു പ്രധാന കാര്യം. മറ്റൊന്ന്, പണം നക്സലിസത്തിനും ഭീകരവാദത്തിനും പണം കൈമാറി എന്ന് ബോധ്യപ്പെട്ടാലും ലൈസൻസ് റദ്ദാവും. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അധികമായിട്ട് അതിനുള്ളിലുള്ളത്. ഇന്നലെ കൂടി ഒരാൾ അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടതും കണ്ടതും ഒരു മതപുരോഹിതൻ പറയുന്നത് കേൾക്കാനിടയായത്, അതിൽ സാമ്പത്തിക കണക്കിൻ്റെ കാര്യം വെറുതെ പറയുന്നതാണ്, കണക്ക് ചോദിക്കുന്നതിൻ്റെ പേരിലാണ് എതിർപ്പ് എന്നാണ്. അങ്ങനെ ഇല്ല, അങ്ങനെ കണക്ക് ചോദിക്കുന്ന കാര്യം ഇതിനകത്തില്ല. അപ്പോൾ ആ ആരോപണം അഥവാ ഈ മതസംഘടനകളെ അത്തരം കാര്യത്തിൻ്റെ പേരിലാണ് എതിർക്കുന്നത് എന്ന് പറയുന്നത് വ്യാജമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പോൾ പിന്നെ എന്തിൻ്റെ പേരിലാണ് അവരെതിർക്കുന്നത് എന്ന് അവർ പറയണ്ടേ? 2-3 എതിർപ്പിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പണം ചെലവഴിക്കുന്നത്, ഈ വിദേശ ഫണ്ട് വരുന്നത്, പണം വരുന്നത് എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്ന് ഒരു കണക്ക് കൊടുത്താൽ മതിയായിരുന്നു. ആ കണക്ക് മാത്രം അംഗീകരിച്ചുകൊണ്ട് അതിന് അനുവാദം കൊടുക്കുകയാണ് ഇതുവരെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം, അങ്ങനെ കണക്ക് കൊടുത്താൽ മാത്രം പോരാ, കണക്ക് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. എന്ന് മാത്രമല്ല, ആ വിശദമായ പരിശോധനയിൽ ഈ പണം അതിന് തന്നെയാണോ ചെലവഴിച്ചത് എന്ന് നോക്കും. എതിർക്കുന്നവർ പറയുന്നത് അങ്ങനെ പരിശോധിക്കാൻ വിശദമായ പരിശോധനയൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു കണക്കുണ്ടാക്കി കൊടുക്കും, അതങ്ങ് അംഗീകരിച്ചാൽ മതി എന്നുള്ള മനോഭാവത്തിലാണ് ഒരു കാരണം എതിർപ്പിന് പറയുന്നത്. മറ്റൊന്ന്, ഈ പുതിയ ബില്ലിൽ വരുന്നത് ഈ നിശ്ചിത പണം നിശ്ചിത ആവശ്യം പറഞ്ഞ് വരുത്തിയ പണം ആ ആവശ്യത്തിന് തന്നെയാണോ വിനിയോഗിച്ചത് എന്ന് പരിശോധിക്കും. അങ്ങനെ നിശ്ചിത ആവശ്യത്തിനല്ല, പറഞ്ഞ കാര്യത്തിനല്ല പണം ചെലവഴിച്ചത് എന്ന് പറഞ്ഞെന്നാൽ അത് ലൈസൻസ് റദ്ദാക്കാനോ മറ്റു നടപടികൾക്കോ കാരണമാക്കും. അപ്പോൾ അങ്ങനെ പരിശോധിക്കാൻ പാടില്ല. പണം ചെലവഴിച്ചു നിശ്ചിത, ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് പണം ചെലവഴിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞെന്നാൽ അത് അംഗീകരിച്ചു കൊള്ളണം എന്നുള്ളതാണ് വേറെ ഒരു കാര്യം. മൂന്നാമതൊരു വിഷയം ഇപ്പോൾ വരുന്നത് ഒരു വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനത്തിന് 1000 കോടി രൂപ വിദേശത്ത് നിന്ന് വന്നാൽ അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പണം മറ്റൊരു ഏജൻസിക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞെന്നാൽ ഈ കണക്ക് കൊടുത്താൽ മതി. ഇങ്ങനെ ഏൽപ്പിച്ചു, ഇന്ന കാര്യത്തിന് 1000 കോടി രൂപ കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞെന്നാൽ അത് അംഗീകരിക്കലായിരുന്നു ഇതുവരെയുള്ള ഒരു രീതി. അത് പറ്റില്ല. ഈ ഏജൻസികൾക്ക് അങ്ങനെ കൊടുത്തതും പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിന് തന്നെയാണോ ഏജൻസി വിനിയോഗിച്ചത്, അതിന് ഇത്രയും പണം ആവശ്യമുണ്ടായിരുന്നോ ഇത്യാദി വിശദാംശങ്ങൾ സർക്കാരിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ളതാണ്. അതൊന്നും പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഏജൻസികൾക്ക് കൈമാറിയാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൈമാറിയാൽ അവർ ആ പണം ചെലവഴിച്ചു എന്ന് അംഗീകരിക്കണം. അത് പരിശോധിക്കേണ്ട ആവശ്യം എന്താണ്? ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളതാണ് വേറെ ഒരു ആക്ഷേപത്തിന് കാരണമായ ഒന്ന്. മറ്റൊന്ന്, നിയമവിധേയമല്ലാത്ത കാരണം കൊണ്ടോ ഉടമസ്ഥനില്ലാതെ ആകുന്ന കാര്യം കൊണ്ടോ. ഇപ്പോൾ ഒരു ഏജൻസിക്ക് പണം വന്നു, ആ പണം നിയമവിധേയമായിട്ടല്ല വന്നത്, അല്ലെങ്കിൽ വിനിയോഗിച്ചത് നിയമവിധേയമായിട്ടല്ല, അങ്ങനെ വരികയോ അതല്ല ഒരു ഏജൻസിക്ക് പണം വന്നു, ആ ഏജൻസി ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു, അയാൾ മരിച്ചുപോയി അല്ലെങ്കിൽ അതിന് ഉടമസ്ഥനില്ലാതെയായി, അങ്ങനെ വന്നാൽ ആ ധനം, ആ അസറ്റ് സർക്കാർ നിശ്ചയിക്കുന്ന ഏജൻസിയുടെ കൈകളിലേക്ക് പോകും. അതിനെ എതിർക്കേണ്ട കാര്യം എന്താണ്? മതസംഘടനകൾ അതിനെ എതിർക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ എൻ്റെ പേരിൽ ഒരു സംവിധാനമുണ്ട്, ഒരു സംഘടനയുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റുണ്ട്. ആ പണം അതിലേക്ക്, അപ്പം ഞാൻ മരിച്ചുപോയി അല്ലെങ്കിൽ എൻ്റെ ലൈസൻസ് റദ്ദായി, ഒരു 300 കോടി രൂപയുടെ അസറ്റുണ്ട്, ആ പണം സർക്കാർ ഏറ്റെടുക്കാതെ പിന്നെ ആരേറ്റെടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്?
അങ്ങനെ ഏറ്റെടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഇങ്ങനെ തൊടുന്യായങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ ആക്ഷേപത്തിന് അടിസ്ഥാനപരമായ കാരണങ്ങൾ ഒന്നുമില്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേട്ട വലിയ വലിയ വിഷയങ്ങളൊന്നും ഈ FCRA ഈ ബില്ലിൽ ഇല്ല എന്നർത്ഥം. 1-2 ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഈ മതപുരോഹിതൻ പറഞ്ഞത് സത്യമാണ്. കണക്ക് ചോദിക്കുന്നു എന്നുള്ളത് അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷെ വിനിയോഗിച്ച കണക്ക്, പണം വിനിയോഗിച്ചത് എന്തിനാണെന്ന് വിശദമായ രേഖകൾ സർക്കാരിന് ഹാജരാക്കണം. അത് പറ്റില്ല എന്ന് പറഞ്ഞെന്നാൽ ഇത് വെള്ളരിക്കാപ്പട്ടണമാണോ? ഏതാണ്ട് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഒരു വെള്ളരിക്കാപ്പട്ടണം പോലെ തന്നെയായിരുന്നു ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോന്നിരുന്നത്. അതാരും പരിശോധിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നില്ല. ഞങ്ങൾ തരുന്നത് അങ്ങോട്ട് അംഗീകരിച്ചു കൊള്ളണം എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ഇടപാടുകളും തട്ടിപ്പുകളുമൊക്കെ. അത് പറ്റില്ല എന്ന് പറഞ്ഞതാണ് ഈ മതത്തിൻ്റെ പേരിൽ ചിലർ ഉറഞ്ഞു തുള്ളുവാൻ കാരണം. ചുരുക്കി പറഞ്ഞാൽ കണക്കില്ലാത്തവരാണ് കരയേണ്ടി വരുന്നത് എന്നർത്ഥം. മറ്റൊന്ന്, വകമാറ്റി ചെലവഴിക്കുന്നവർ കുടുങ്ങും. അതാണ് മറ്റൊരു എതിർപ്പിൻ്റെ കാരണം. മൂന്നാമതൊന്ന് പറഞ്ഞെന്നാൽ നക്സലൈറ്റുകൾക്ക് പണം കൈമാറി കൊടുത്ത് അത് സേവനത്തിനാണെന്നോ വിദ്യാഭ്യാസത്തിനാണെന്നോ എന്ന വ്യാജേന നക്സലൈറ്റുകൾക്ക് പണം കൊടുത്ത് അവരെ കൊണ്ട് സംഘർഷം സൃഷ്ടിക്കുന്ന ഏർപ്പാടിന് തടസ്സമുണ്ടാകും. ഇപ്പം മണിപ്പൂരിലും ആസാമിലും ഒക്കെ, അതുപോലെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ മണിപ്പൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ 2-3 കൊല്ലമായി നിരന്തരം നടക്കുന്ന സംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണം അത് നക്സലൈറ്റുകളും ചില മതലോബികളും ചേർന്ന് സംയുക്തമായി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ്. അവിടെ സംഘർഷം നിർത്താൻ കഴിയാത്തത്, തടയാൻ കഴിയാത്തത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഭീകരവാദ സംഘടനകൾക്ക് പണം കൈമാറിയിരിക്കുന്നത്, ഇത്തരം ഏജൻസികളിൽ നിന്ന് പണം കൈമാറിയിരിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അത് തടയാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. മതപരിവർത്തനത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് സേവന പ്രവർത്തനമാണെന്ന് കൊണ്ടുവന്ന് മതപരിവർത്തന ലോബികൾക്ക് പണം കൈമാറുന്നത് കണ്ടുപിടിച്ചിരിക്കുന്നു. അത് തടയാൻ പാടില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മതം മാറ്റും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. മതത്തിൻ്റെ പേര് പറഞ്ഞാലൊന്നും അത് വിലപ്പോവില്ല. മതത്തിൻ്റെ പേര് പറഞ്ഞെന്നാൽ ഇതുവരെ തൊടാൻ ആൾക്കാർക്ക് ഭയമായിരുന്നു, ഭരണാധികാരികൾക്ക് ഭയമായിരുന്നു. ഒന്ന്. രണ്ടാമത്, കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ച് ഭയമില്ല. അവരതിനു വേണ്ടിയാണല്ലോ വിദേശ ശക്തികൾക്കും വിദേശ ഏജൻസികൾക്കും വേണ്ടി അനേകം വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ട് പോന്നിരുന്ന ഒരു ഭരണകൂടമായിരുന്നു കോൺഗ്രസ് ഭരണകൂടം. ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഈ ബ്രിട്ടീഷുകാരുടെ അവസാനത്തെ 50-100 കൊല്ലക്കാലം മതപരിവർത്തനവാദികൾക്ക് ആദ്യം അവർ മതപരിവർത്തന മിഷണറിമാരെ വളരെ കൂടുതൽ സഹായിച്ചിരുന്നു, ഈ കൊച്ചിയിൽ, കേരളത്തിലടക്കം. പക്ഷെ പിന്നീട് എന്തുണ്ടായി എന്ന് ചോദിച്ചെന്നാൽ മതപരിവർത്തനം നടക്കുന്നത് സംഘർഷത്തിന് കാരണമാകുന്നു, സംഘർഷം സർക്കാരിനെതിരായി മാറുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ശല്യം ഒഴിവാകട്ടെ എന്ന് വിചാരിച്ച് മിഷണറിമാർക്ക് പഴയതുപോലെയുള്ള സൗകര്യങ്ങളോ സഹായങ്ങളോ സംരക്ഷണങ്ങളോ കൊടുക്കാതെയായി അവസാന കാലത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ. അങ്ങനെ വന്നപ്പോൾ കുറേയൊക്കെ നിയന്ത്രണങ്ങളുണ്ടായി എന്നർത്ഥം. പക്ഷെ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭരണഘടന ഉണ്ടായി വരികയും ആ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യം അതിനെക്കുറിച്ച് ചർച്ചയുണ്ടായി ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ. അപ്പം മതം വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, മതം ആചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് മാത്രം പോരാ എന്ന് മതപരിവർത്തനവാദികളുടെ പിന്തുണയുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. അത് മാത്രം പോരാ, പിന്നെയോ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടി വേണം. അങ്ങനെ ഒച്ചയും വിളിയുമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ കോലാഹലങ്ങളുണ്ടായി. ഒത്തിരി പേര് അതിനെ എതിർത്തു. ദേശീയവാദികളായിരുന്നവർ അതിനെ എതിർത്തു. വിദേശ പിന്തുണ ഉണ്ടായിരുന്നവരും വിദേശികളോട് കൂറുണ്ടായിരുന്നവരും കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ മതപ്രചാരണത്തിനുള്ള സ്വാതന്ത്ര്യവും കൂടി വേണം എന്ന് വാദിച്ചു. അങ്ങനെ വിദേശ പിന്തുണയുള്ളവർക്ക് മേൽക്കൈ കിട്ടുകയും പ്രധാനമന്ത്രിയാവുകയും ഭരണഘടനയിൽ അങ്ങനെ ഒരു വകുപ്പ് കൂടി എഴുതി ചേർക്കുകയും ചെയ്തു. അതോടുകൂടി 1950 മുൻപ് ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ കൂടി ഇല്ലാതെയാവുകയും 100 കണക്കിന് മിഷണറി സംഘങ്ങൾക്ക് സ്വാതന്ത്ര്യാനന്തരം, വിശേഷിച്ചും ഭരണഘടന പ്രഖ്യാപിച്ചതിന് ശേഷം ഭാരതത്തിലേക്ക് ഇരച്ചു കയറാനും 10,000 കണക്കിന് മിഷണറിമാർ
ഭാരതത്തിൻ്റെ ഉൾഗ്രാമങ്ങളിലും വനവാസി മേഖലയിലും കടന്നു കയറി മിഷണറി പ്രവർത്തനം, സേവന പ്രവർത്തനം എന്ന പേരിൽ മതപരിവർത്തനങ്ങളും ഭീകരപ്രവർത്തനങ്ങളും വിഘടനവാദ പ്രവർത്തനങ്ങളും വർദ്ധിപ്പിച്ചു, ശക്തിപ്പെടുത്തി. അത് വ്യാപകമായ സംഘർഷത്തിന് കാരണമായി. അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമല്ല, മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ വലിയ സംഘർഷത്തിന് കാരണമായി. നിരന്തരം മതപരിവർത്തനത്തിൻ്റെ പേരിൽ നിരന്തര സംഘർഷങ്ങളുണ്ടായപ്പോൾ ആ സംഘർഷത്തെ തടയാൻ കാരണം എന്താണ് എന്നന്വേഷിക്കാൻ കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ ജസ്റ്റിസ് ഭവാനി ശങ്കർ നിയോഗി എന്ന ജഡ്ജിയെ നിയമിച്ചു. അന്വേഷണ കമ്മീഷനായി. അതാണ് നിയോഗി കമ്മീഷൻ, നിയോഗി കമ്മിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം 1 വർഷം കൊണ്ട് അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തി കോൺഗ്രസ് സർക്കാരിന്, ഇന്ത്യ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞു, മതപരിവർത്തനമാണ് പ്രധാന സംഘർഷ കാരണം. അതുകൊണ്ട് പ്രലോഭിപ്പിച്ചോ, നുണ പറഞ്ഞിട്ടോ, പണം കൊടുത്തിട്ടോ, ഭീഷണിപ്പെടുത്തിയിട്ടോ ഒക്കെ മതപരിവർത്തനത്തെ, അങ്ങനെ നടത്തുന്ന മതപരിവർത്തനത്തിന് നിയമം മൂലം നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് സർക്കാരിലും പിന്നീട് കോൺഗ്രസ് ഭരിച്ച അനേകം സംസ്ഥാനങ്ങളിൽ ആണ് മതപരിവർത്തനത്തിനെ നിയമം മൂലം നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. പക്ഷേ എന്തുണ്ടായി എന്ന് വെച്ചാൽ, കോൺഗ്രസ് ആണല്ലോ വിദേശ സ്വാധീനമുള്ള ഒരു സംഘടന ആയിരുന്നത് കൊണ്ട് അവർ അതിനെ വേണ്ട പോലെ ബലം കൊടുത്തില്ല ആ നിയമത്തിന്. അത് തുടർന്നു പോന്നിരുന്നു. ഇപ്പോൾ ആ തുടർന്നു പോന്നത് കൊണ്ടാണ് മണിപ്പൂരിലും അതിർത്തി പ്രദേശങ്ങളിലും വ്യാപകമായി വിഘടനവാദ പ്രവർത്തനങ്ങളും മറ്റെല്ലാ കേരളത്തിലടക്കമുള്ള അനേകം സംസ്ഥാനങ്ങളിൽ വനവാസി മേഖലകളിൽ മതപരിവർത്തനവും ഭീകരവാദ പ്രവർത്തനവും നക്സലിസവും ഒക്കെ വർദ്ധിക്കുവാൻ കാരണം. അതിനെ തടയാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ FCRA ബില്ലിനെ എതിർക്കുന്നവർ വാസ്തവത്തിൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് പറയേണ്ടി വരും. എതിർക്കുന്നവർ രാജ്യസുരക്ഷ വകവെക്കാതെ അവരുടെ രാഷ്ട്രീയത്തിനെയാണ് അവർ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ബില്ലിനെ എതിർക്കുന്നത്. ആക്ഷേപിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ അവർ തട്ടിപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന് അവർ മതത്തിൻ്റെ മേലങ്കി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഈ FCRA ബില്ലിനെ എതിർത്ത മതസംഘടനകളും മതപുരോഹിതന്മാരും ഉണ്ടെങ്കിൽ അവരുടെ മതത്തിൻ്റെ മേലങ്കി ഊരി മാറ്റിയാൽ അവരുടെ കപട രാഷ്ട്രീയത്തിൻ്റെ തട്ടിപ്പ് വെളിച്ചത്ത് വരും. അതുകൊണ്ട് FCRA ബില്ല് ഏതെങ്കിലും മതത്തിനെതിരല്ല, മതസ്വാതന്ത്ര്യത്തിനെതിരല്ല, മതപ്രവർത്തനത്തിനും എതിരല്ല. പക്ഷെ മതപരിവർത്തനത്തിനെ നിയന്ത്രിക്കും. നക്സലിസത്തിന്, സേവന പ്രവർത്തനത്തിൻ്റെ പേരിൽ വരുന്ന ആയിരക്കണക്കിന് കോടി രൂപ നക്സലൈറ്റുകൾക്കും ഭീകരവാദികൾക്കും കൈമാറുന്നതിനെ നിയന്ത്രിക്കും. മതസ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കൊണ്ടുവരുന്ന കോടാനുകോടി രൂപ, ഡോളറുകൾ, അത് അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്നതിനെ കണ്ടുകെട്ടും. അതിനെതിരെ മതത്തിൻ്റെ പേരുപയോഗിച്ച് എതിർക്കുന്നവർ മതത്തിനോട് കൂറുള്ളവരല്ല, രാജ്യത്തിനോട് വിധേയത്വമുള്ളവരല്ല, അട്ടിമറി നടത്തുന്ന വിദേശ ഏജൻസികളുടെ ചാരന്മാരാണ് എന്ന് പറയേണ്ടി വരും. എല്ലാ മതസംഘടനകളും എതിർത്തിട്ടില്ലല്ലോ. ഈ ഫോറിൻ ഫണ്ട് വരുന്ന, ഇപ്പോൾ സായി ബാബായുടെ ട്രസ്റ്റുണ്ട് ആന്ധ്രാപ്രദേശിൽ, എത്രയോ കോടിക്കണക്കിന് രൂപ വരുന്നു. ആ പണം മുഴുവൻ ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു പൈസയും പൂർണ്ണമായും സൗജന്യമായി ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്ന രാജ്യത്തെ ഒരേ ഒരു സ്ഥാപനമാണ്. ആയിരക്കണക്കിന് കോടി രൂപ അവരെ ചെലവഴിക്കും. അമൃതാനന്ദമയി ആശ്രമം, ശ്രീ രവിശങ്കർ, എത്രയോ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് ഹിന്ദു ഏജൻസികളുണ്ട്. അവരാരും ഈ ബില്ലിനെ എതിർത്തിട്ടില്ല. കാരണം അവർ ആ പണം അട്ടിമറിക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം അവരാരും ആ പണം മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നില്ല. കാരണം അവരാരും ആ പണം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നില്ല. കാരണം അവരാരും ആ പണം ഭീകരവാദികൾക്കോ നക്സലൈറ്റുകൾക്കോ കൈമാറുന്നില്ല. ആയുധം വാങ്ങാൻ കൈമാറുന്നില്ല. അതൊക്കെ ചെയ്യുന്നവരാണ് FCRA ബില്ലിനെ എതിർക്കുന്നത്. അതുകൊണ്ട് മതത്തിൻ്റെ മേലങ്കി ഊരി അവരുടെ കപട രാഷ്ട്രീയവും വിദേശക്കൂറും പൊതുജനം തിരിച്ചറിയണം എന്നഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.